അമ്മുവും ബോറടിച്ച് എന്തു ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്നു. അമ്മോ, വല്ലാതെ ബോറടിക്കുന്നു. നമുക്കിനി എന്തു ചെയ്യാം? ആ കുച്ച ബോറടിക്കുന്നു. പക്ഷേ ശാല കുറച്ചു നേരത്തിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അത് കൊള്ളാം. കുറച്ചു നേരത്തിൽ സാറ അവിടെ വരുന്നു. ഹായ് ശാല, ഞങ്ങൾ ബോറടിച്ചിരിക്കുവായിരുന്നു. അതെ സാറാ. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു സാഹസിക യാത്ര പോയാലോ? അത് പൊളിക്കും. എങ്കിൽ അമ്മയോടോ അല്ലെങ്കിൽ അച്ഛനോടോ പറഞ്ഞിട്ട് പോകാം. ഓക്കെ അമ്മു, നീ തന്നെ പറ. അങ്ങനെ അവർ സാഹസിക യാത്ര പോകാൻ തീരുമാനിക്കുന്നു. കൊള്ളാമല്ലോ, ഈ കാട് കാണാൻ നല്ല രസമുണ്ട്. കൂടെ പാന്തവും ജിങ്കനും വേണമായിരുന്നു. അതെ. അല്ല, അവരെവിടെയാ? ഇവിടെ മാരക രോഗം മാറ്റുന്ന പോഷക മൂല്യമുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഏതോ സുഹൃത്തിന് വേണ്ടി അതെടുക്കാൻ വന്നിരിക്കുക. ഓ ആണോ? അത് കൊള്ളാമല്ലോ. അമ്മോ, ഇങ്ങോട്ട് നോക്ക്. നല്ല പാറക്കെട്ടുകൾ. വാവ്, സൂപ്പറായിട്ടുണ്ട്. യാരാ, വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ കാണാൻ? കുറെ കൗതുകങ്ങളുള്ള ഒരു കാടാണിത്. ഓ, അങ്ങനെയാണോ സംഗതി? അതെ. അപ്പോൾ പെട്ടെന്ന് കുഞ്ഞിക്കിളി പറന്നെത്തുന്നു. നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു ഗുഹയുണ്ട്. അവിടെ ഒരു മായാവിയും ഉണ്ട്. നല്ല മനസ്സുള്ളവർക്ക് ആ മായാവി വരങ്ങൾ കൊടുക്കാറുണ്ട് എന്നാണ് കേട്ടറിവ്. ഓ, സൂപ്പർ ആണല്ലോ. അതെ അതെ. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങോട്ട് പോകാനാകില്ല. ഇവിടെ ഒരു നീല ചിത്രശലഭമുണ്ട്. അതിന്റെ പിന്നിൽ പോയാൽ ഗുഹയുടെ വഴി കണ്ടുപിടിക്കാം. അതെ, വെള്ളച്ചാട്ടത്തിലേക്കും ഗുഹയിലേക്കുമെല്ലാം ആ നീല ചിത്രശലഭത്തിന്റെ പാത പിന്തുടരണം. Later, 20 minutes later, 12 seconds later. പെട്ടെന്ന് അവർ ഡിങ്കനെയും പാണ്ഡുവിനെയും കണ്ടുമുട്ടുന്നു. ഇതാര്? ഡിങ്കനും പാണ്ഡുവുമോ? വെള്ളച്ചാട്ടത്തിൽ നിന്നും വെള്ളം കിട്ടിയോ പാണ്ഡു? കിട്ടി കിട്ടി. പക്ഷേ ഈ ഡിങ്കനെ കൊണ്ട് തോറ്റു. അതെന്തു പറ്റി? ഇവന്റെ ഓരോ മണ്ടത്തരങ്ങൾ കാരണം വെള്ളച്ചാട്ടത്തിൽ ഞാൻ ഒലിച്ചു പോയേനെ. പിന്നെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അത് പോട്ടെ. എന്തായാലും ആ പോഷക മൂല്യമുള്ള വെള്ളം കിട്ടിയല്ലോ, അത് മതി. അതെ. അങ്ങനെ അവർ ഗുഹയിലേക്കുള്ള യാത്ര തുടരുന്നു. 20 minutes later. ദേ, അത് നോക്ക്. ഇത് ആ നീല ചിത്രശലഭമല്ലേ? നമുക്കതിന്റെ പാത പിന്തുടരാം. എല്ലാരും വേഗം വാ, നമുക്ക് ഗുഹയിലേക്ക് പോഞ്ചേ. ആ ചിത്രശലഭത്തിന്റെ പാത പിന്തുടരാം. അവർ നീല ചിത്രശലഭത്തിന്റെ പാത പിന്തുടർന്ന് ഗുഹയിലേക്ക് എത്തുന്നു. വാവ്, ഗുഹ സൂപ്പറായിട്ടുണ്ടല്ലോ. ഇതാരാ എന്റെ ഗുഹയിൽ? ഞങ്ങൾ പാവം കുറച്ച് കൂട്ടുകാരാണ്. ഗുഹ കാണാനുള്ള മോഹത്തിൽ ഇങ്ങോട്ട് വന്നതാ. അതെ മായാവി. എന്തായാലും എന്റെ ഗുഹയ്ക്ക് വന്നതല്ലേ. ഈ ഗുഹയ്ക്ക് വന്നവരാരും അങ്ങനെ വെറുതെ തിരിച്ചു പോയിട്ടില്ല. അയ്യോ മായാവി, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഗുഹയിൽ വരുന്നവർക്ക് ഞാൻ വരങ്ങൾ കൊടുക്കാറുണ്ട്. പറയൂ, എന്തു വരമാണ് വേണ്ടത്? ആണോ? എങ്കിൽ എന്നെ അടുത്ത കാട്ടുരാജാവാക്കാമോ? ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ എനിക്ക് മനുഷ്യർക്ക് മാത്രമേ വരങ്ങൾ കൊടുക്കാൻ സാധിക്കൂ. എങ്കിൽ മായാവി, എനിക്കൊരു മുറി നിറയെ മിഠായി തരാമോ? ആ മുറിയുടെ ചാവി എപ്പോഴും എന്റെ കയ്യിൽ മാത്രമായിരിക്കണം. ആ മിഠായികൾ എനിക്ക് മാത്രം ഉള്ളതായിരിക്കണം. മോൾക്ക് എന്ത് വരമാണ് വേണ്ടത്? മായാവി, ഞങ്ങൾ എല്ലാവരും ഈ ഗുഹ കണ്ടുപിടിക്കാൻ ഒരേ നടന്നു.
എല്ലാവരും വിശന്നിരിക്കുവാന്. ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ എന്തെങ്കിലും തരാമോ? മോനെ, ഇത് കണ്ടോ? അവൾ എല്ലാവർക്കുമുള്ള ഭക്ഷണം ചോദിക്കുന്നു, നീയോ നിനക്ക് മാത്രമുള്ളതും. അത് സ്വാർത്ഥ ബുദ്ധിയല്ലേ? ഇങ്ങനെ ചിന്തിക്കരുത്. നീ ചോദിച്ച വരം എനിക്ക് തരാനാവില്ല. എന്നോട് ക്ഷമിക്കണം മായാവി. മോൾക്കുള്ള വരം ഞാൻ തീർച്ചയായും തരാം. അങ്ങനെ മായാവി ഒരു കൂട നിറയെ പഴങ്ങളും മിഠായികളും അവർക്കായി നൽകുകയും മറഞ്ഞു പോകുകയും ചെയ്യുന്നു.